ഉർവശി പത്മനാഭൻ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. വിക്രം സംശയത്തോടെ അവനെ നോക്കി. അറിയാം മോനെ, അച്ചു ആ കുട്ടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ലേഖ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്ക് അറിയാമല്ലോ അവളെ. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. മിസ്റ്റർ വിക്രം, തനിക്ക് അവളോട് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള പ്രശ്നം വല്ലതുണ്ടോ? അവൾ ചിലതൊക്കെ സൂചിപ്പിച്ചിരുന്നു. താൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കെന്തിനാണ് അവളോട് പ്രശ്നം? അവൾ പലതും പറയും. അതൊക്കെ കേട്ട് എൻ്റെ വീട്ടിൽ കയറി എന്നെ ചോദ്യം ചെയ്യാനാണോ ഭാവം? വിക്രത്തിൻ്റെ ഭാവം മാറിയിരുന്നു. ചോദ്യം ചെയ്യാനോ വഴക്കിനോ വന്നതല്ല ഞാൻ. ഇന്ന് വൈകിട്ട് ഞാൻ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. വണ്ടി കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങുന്ന സമയം അവളുടെ പിന്നാലെ ഞാൻ വരുന്നത്. അപ്പോഴാണ് തൻ്റെ ഒരു ഷോ ഓഫ്. താൻ കാരണം അവളിന്ന് ആ സിമെൻറ്റ് കോളനി വഴിയാണ് കയറി വന്നത്. വിക്രത്തിനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ലേഖയും ചാരുവും ചന്തുവിനെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ അമ്മാവൻ്റെ മകൾ പോകുന്ന വഴി എനിക്ക് പോകാൻ പാടില്ലേ? ആ വട്ട് വേണം ഏതെങ്കിലും വഴി കൂടി കയറിപ്പോയതിന് ഞാൻ എന്ത് വേണം? വിക്രം ദേഷ്യത്തോടെ ചോദിച്ചു. ഏതെങ്കിലും വഴിയല്ല സർ, അവളുടെ ജീവിതം തന്നെ ഇല്ലാതാവാൻ ഒരിക്കൽ കാരണമായ വഴിയാണ്. ജീവിതത്തിൽ ആദ്യമായി അവളുടെ അച്ഛൻ അവളെ തല്ലിയതും ഒരിക്കൽ അതുവഴി വന്നതിനാണ്. ചന്തുവിൻ്റെ കണ്ണുകൾ ഈറനായപ്പോൾ വിക്രത്തിനെന്തോ ഉൾഭയം തോന്നി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന ഭയം അവനെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. മോനെ, കാര്യങ്ങൾ തെളിച്ചു പറയൂ, ലേഖ അവനെ നോക്കി അലിവോടെ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈദ്യുവിനൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സുലു എന്ന സുലേഖ. ആ കുട്ടിയുടെ വീട് സിമെൻറ്റ് കോളനിയിലായിരുന്നു. ലോകത്തിലെ സകല വൃത്തികേടും നടക്കുന്ന ഒരു കോളനി. കള്ളും കഞ്ചാവും പെണ്ണും അങ്ങനെ എല്ലാം അവിടെ സുലഭമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനോ അല്ലെങ്കിൽ അമ്മാവനോ ആയിരുന്നു അവളെ വിളിച്ചുകൊണ്ട് വന്നിരുന്നത്. ഒരിക്കൽ എനിക്ക് എക്സാം ആയിരുന്ന ദിവസം അന്ന് അമ്മാവനും എന്തോ എമർജൻസി ഉണ്ടായിരുന്നു. എവിടെയോ ട്രാൻസ്ഫോർമറിൽ തീപിടുത്തം. അമ്മാവന് അവിടെയായിരുന്നു. സുലേഖയ്ക്കൊപ്പം വരാമെന്ന് പറഞ്ഞ് വൈദു ടീച്ചറിൻ്റെ ഫോണിൽ നിന്നും വിളിച്ചു പറഞ്ഞു. 5 മണിയായി, 6 മണിയായി, 7 മണിയാകാറായി. വൈദു വീടെത്തിയില്ല. ഒടുവിൽ സ്കൂളിൽ പോയി അന്വേഷിച്ചു. നാട് മുഴുവൻ അന്വേഷിച്ചു. അവസാനം സുലേഖയുടെ വീട് അന്വേഷിച്ച് ആ കോളനിയിലേക്കും പോയി. എന്നിട്ട് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ലേഖ അവനെ നോക്കി ചോദിച്ചു. അന്വേഷിച്ചു തന്നപ്പോൾ കണ്ടത് സുലേഖയുടെ വീട്ടിൽ പേടിച്ചരണ്ടിരിക്കുന്ന വൈദുവിനെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് എളുപ്പത്തിൽ വരാനുള്ളൊരു വഴിയായിരുന്നു സിമെൻറ്റ് കോളനി. പിന്നെ അതിലെ ആരും വരാതെയായി. വൈദു അന്ന് സുലേഖയുണ്ടെന്നുള്ള ധൈര്യത്തിൽ അതിലേ വന്നതാണ്. പക്ഷേ ആ കുട്ടി വൈദുവിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് എന്താ പറ്റിയത്? വിക്രം കുറച്ച് ടെൻഷനോടെ ചന്തുവിനെ നോക്കി. ആ കുട്ടിയുടെ ചേട്ടന് അവളെ ഇഷ്ടമാണെന്നും നിക്കാഹ് കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അവൾ തിരിച്ചു പോരാൻ പോയപ്പോൾ ആ ചെറുക്കൻ വൈദുവിനെ പിടിച്ച് മുറിയിൽ പൂട്ടിയിട്ടു. സുലേഖയെ അവളെ തുടർന്ന് വിടാൻ നോക്കിയപ്പോൾ അവൻ ആ കൊച്ചിനെ അടിച്ച് ബോധം കെടുത്തി. കൂട്ടിന് തന്തയും തള്ളയും. മകനെ കൊണ്ട് ബലമായി അവളെ കെട്ടിക്കാനായിരുന്നു ശ്രമം. പിന്നെ പോലീസ് ഇടപെട്ടു. വൈദുവിനെ പൂട്ടുപൊളിച്ച് പുറത്തിറക്കി. വൈദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ ഇൻസ്പെക്ടർ പറഞ്ഞു. അവർ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫിസിക്കലി അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോക്സോ ചുമത്തി കേസെടുക്കാനായിരുന്നു പോലീസിൻ്റെ ഉദ്ദേശം. മോളെ അവർ എന്തെങ്കിലും? ലേഖ ഒരമ്മയുടെ ആന്തലോട് ചോദിച്ചു. വിക്രവും അവനെ തന്നെ ഉറ്റുനോക്കി. ഉള്ളിലെന്തോ പേരറിയാത്ത ഒരു നൊമ്പരം വിങ്ങുന്നത് പോലെ. അവൾക്കൊന്നും സംഭവിച്ചിരിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയും ഉള്ളിൽ നിന്നും അറിയാതെ പുറത്തു വന്നു. വിക്രം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ ആധിയോടെ ചെവിയോർത്തു. ആധിയോടെയായിരുന്നു ഞങ്ങൾ ഓരോ സെക്കൻഡും തള്ളി നീക്കിയത്. രാത്രി 11 മണിയായി റിപ്പോർട്ട് വന്നപ്പോൾ വൈദ്യുവിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അവളെ അവൻ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ചന്ദ്രുവിൻ്റെ വാക്കൊക്കെ എന്തെന്നില്ലാത്തൊരു സമാധാനം വിക്രത്തിന് തോന്നിയിരുന്നു. പക്ഷേ ചന്തു പറഞ്ഞപ്പോൾ വിക്രവും ലേഖയും അവനിൽ തന്നെ ദൃഷ്ടിയൂന്നി. അവൻ കൊച്ചിനോട് വൃത്തികേട് കാണിച്ചു. ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചന്തു ചാരുവിനെ നോക്കി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അത് കുഴപ്പമില്ല മോനെ, അവൾ വളർന്നു വരുന്ന കുട്ടിയാണ്. നല്ലതും ചീത്തയും തിരിച്ചാനുള്ള പ്രായവും കഴിഞ്ഞു. നാളെ ഇവൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടാവണം. ചാരുവിന് 20 വയസ്സാകാറായി, മോൻ പറഞ്ഞോ? ലേഖ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രത്തിൻ്റെ ഉള്ളം കൈയിൽ വിയർപ്പ് പൊടിയുന്നുണ്ട്. ഹൃദയം വല്ലാതെ പെരുമ്പറ മുഴക്കുന്നത് പോലെ. 16 വയസ്സായിരുന്നു വൈദ്യുവിൻ്റെ പ്രായം. ആ വൃത്തികെട്ടവന് 20 എന്തോ ആയിരുന്നു. വൈദ്യു അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് തള്ളി ഓടിയപ്പോൾ അവനവളെ പിടിച്ച് തള്ളിയിട്ടു. എന്നിട്ട് അവൻ്റെ പാൻറ് മാറ്റി. ചന്തു വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് നിർത്തി. വിക്രത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി.
വൈദു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയപ്പോഴാണ് പോലീസ് അവിടെ എത്തിയത്. കണ്ടപാടെ SI അവന് കണക്കിന് കൊടുത്തു. വൈദു പേടിച്ചു വരണ്ട് നിൽക്കുകയായിരുന്നു. അവൾ ഓടി അമ്മാവിൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. ഒരുതരം നിർവികാരതയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ രാത്രിയിൽ ഞെട്ടിയുണരുകയും നിലവിളിക്കുകയും ചെയ്തു. അമ്മയുടെ മാറിൽ ചേർന്ന് അല്ലാതെ പിന്നെ അവൾ കിടക്കില്ലായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് വൈദു പോയിക്കൊണ്ടിരുന്നത്. വീടിന് പുറത്തിറങ്ങാതായി. ഏതു നേരവും മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടും. അവസാനം അമ്മാവൻ അവളെ തല്ലി. സ്വയം വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ തല്ലിയതും കൂടിയായപ്പോൾ വൈദു പഠിത്തം ഉപേക്ഷിച്ച മട്ടിലായി. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. ഡോക്ടർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ മാർക്ക് കുറഞ്ഞതോടെ ഒടുവിൽ ആ മോഹവും പൊലിഞ്ഞു തുടങ്ങി. +2-ന് 70% മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് DMLT പഠിക്കാൻ തീരുമാനിച്ചു. മെറിറ്റ് സീറ്റ് അഡ്മിഷൻ കിട്ടിയത് കോഴിക്കോടായതുകൊണ്ട് അമ്മാവൻ വിട്ടില്ല. ഒടുവിൽ ഇവിടെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഫീസ് അടച്ച് അവളെ പഠിപ്പിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുന്ന സമയമായിരുന്നു. എൻ്റെ കോളേജ് വൈദു പഠിക്കുന്ന കോളേജ് കഴിഞ്ഞു പോകണമായിരുന്നു. പിന്നീട് ഞാനായിരുന്നു അവളെ കൊണ്ടുപോകുന്നതും വരുന്നതും. പതിയെ വൈദു പഴയതുപോലെ തന്നെയായി. അവളുടെ കളിയും ചിരിയും ഒക്കെ തിരിച്ചു വന്നു. ആ പഴയ വായാടിപ്പെണ്ണായി അവൾ മാറി. ചന്തു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയതും വിക്രം നെറ്റി അമർത്തി തടവി അവനെ നോക്കി. ലേഖയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ചാരുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. അവിടം കൊണ്ടൊന്നും അവളുടെ ദുരിതം തീർന്നില്ല. അമ്മാവന് പെട്ടെന്ന് അസുഖം വന്നതും പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് വിവാഹം കഴിക്കേണ്ടി വന്നതും അമ്മാവൻ്റെ മരണവും എല്ലാം അവളെ തളർത്തി. ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് തിരികെ ഇറങ്ങി പോരേണ്ടിയും വന്നു. വിവാഹം കഴിക്കേണ്ടി വന്നതും അമ്മാവൻ്റെ മരണവും എല്ലാം അവളെ തളർത്തി. ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് തിരികെ ഇറങ്ങി പോരേണ്ടിയും വന്നു. എനിക്ക് ആ മോളെ ഒന്ന് കാണാൻ തോന്നുന്നു മോനെ. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയൊക്കെ നേരിടേണ്ടി വന്ന കുഞ്ഞിനോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു. മോന് നമുക്കിപ്പോൾ തന്നെ പോയാലോ? ലേഖ സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ വിക്രം അമ്മയെ നോക്കി. ഞാൻ ഇപ്പം ഇവിടെ വന്നത് അവളോട് നിങ്ങൾക്കൊക്കെ ഒരു സഹതാപം തോന്നാൻ വേണ്ടിയായിരുന്നില്ല. സാറിന് അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണം. അവളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. അതല്ല, ആ ഹോസ്പിറ്റലിൽ അവൾ ജോലി ചെയ്യുന്നതാണ് സാറിന് പ്രശ്നമെങ്കിൽ റിസൈൻ ചെയ്യാനും അവൾ ഒരുക്കമാണ്. വിക്രം ഞെട്ടലോടെ അവനെ നോക്കി. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് ചാട്ടം കൂടുതലാണെന്ന് തോന്നി. ഇടയ്ക്കൊക്കെ 2 ഡോസ് കൊടുത്താൽ ശരിയാവുമെന്ന് കരുതി. ഇന്ന് തന്നെ ദേഷ്യം പിടിപ്പിക്കാനായിരുന്നു സൈഡ് കൊടുക്കാതിരുന്നത്. പക്ഷേ ആ വഴി കയറിപ്പോകുമെന്ന് ഞാനും കരുതിയില്ല. ഞാൻ തനിക്ക് വാക്ക് തരാം. ഇനി അറിഞ്ഞുകൊണ്ട് അവളെ ഞാൻ വേദനിപ്പിക്കില്ല. സോറി, വിക്രം വിനീതമായി അവനോട് പറഞ്ഞു. ചന്തു ആശ്വാസത്തോടെ എഴുന്നേറ്റു. എനിക്ക് കാണണം ആ കുട്ടിയെ ഇപ്പം തന്നെ. ലേഖ നിർബന്ധം പിടിച്ചപ്പോൾ വിക്രം സമ്മതിച്ചു. ഒപ്പം ചാരു കൂടി വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ചന്ദ്രജിത്ത്, താനൊന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാൻ കീഴെടുത്തിട്ട് വരാം, വിക്രം മുകളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ചന്തു തലകുലുക്കി. ചാരു വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് വന്നിരുന്നു. വീടിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിച്ചിട്ട് വിക്രം കാർ സ്റ്റാർട്ട് ചെയ്തു. ചന്തു അവർക്ക് മുന്നിലായി പോയി, വിക്രം പിന്നിലും. വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കരഞ്ഞുകൊണ്ട് തന്നെ നോക്കിയ വൈദുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. രാധികയുടെ മടിത്തട്ടിൽ കിടന്ന് കണ്ണു തുടയ്ക്കുകയായിരുന്നു വൈദു. ഉണ്ണിയമ്മ ഒരു വശത്തിരിക്കുന്നുണ്ട്. എന്നാലും എന്തിനാ മോളെ നീ അതുവഴി കയറി വന്നത്? അത്രയ്ക്ക് ബോധമില്ലേ നിനക്ക്? രാധിക അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. അന്നേരം അങ്ങാരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന വാശി കയറിയപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ലമ്മേ. പക്ഷേ പകുതി പിന്നിട്ടപ്പോഴാണ് ബോധം വന്നത്, വൈദു വിഷമത്തോടെ പറഞ്ഞു. ചന്തു ഇവളുടെ പിന്നാലെ ഉണ്ടായിരുന്നുവെന്ന് ഇവൾക്കറിയില്ലായിരുന്നു രാധികയെ. എന്നോട് അവൻ സന്തോഷാണെന്നാ പറഞ്ഞത്. ആ പന്നച്ചിറക്കൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയെന്ന് കേട്ടു. അന്ന് ഏട്ടന് വയ്യാതായപ്പോൾ പിന്നെ കേസിനൊന്നും ഞങ്ങൾ പോയില്ല. ഒരു പെൺകുട്ടിയല്ലേ, ഒന്നും പറ്റിയില്ലെങ്കിലും ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കുമെന്ന് ഭയന്ന് ഏട്ടൻ കേസ് പിൻവലിച്ചു. പക്ഷേ നാട്ടുകാരിൽ ചിലർ പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി. ഉണ്ണിയമ്മ അന്നത്തെ ഓർമ്മയിൽ പറഞ്ഞപ്പോൾ വൈദു ഒന്നുകൂടെ രാധികയെ ചേർത്ത് പിടിച്ചു. അതൊക്കെ പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ MD അമ്മ സംസാരിക്കാം. അറിഞ്ഞിടത്തോളം നിന്നോട് അയാൾക്ക് ചെറിയൊരു ദേഷ്യമേ ഉള്ളൂ. അതൊക്കെ ശരിയാവും. ഇതൊക്കെ കളഞ്ഞ് അമ്മയുടെ മോള് നല്ല കുട്ടിയെ എണീറ്റ് വന്നേ. ഞാൻ കേസരി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തോ നീ പോയതിനു ശേഷം അമ്മ ഇതൊന്നും ഉണ്ടാക്കാറില്ല മോളെ. ഇന്ന് നിന്നെ ഓർത്തപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ തോന്നി. കുറച്ച് ദിവസം ആയില്ലേ മോളെ കണ്ടിട്ട്? അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് രാധിക പറഞ്ഞു. സിനിമ നടൻ അവിടെ ഇല്ലേ? വൈദ്യു ചോദിച്ചു. വാലിന് തീ പിടിച്ച പോലെ നടപ്പുണ്ട്. ആ ശ്രേയയുടെ തന്ത എന്തോ പണിയൊപ്പിച്ചു. പുതിയ സിനിമ തിയേറ്ററിൽ പരാജയമാണ് പോലും. അതിൻ്റെ ദേഷ്യത്തിലായിരുന്നു 2 ദിവസം. പിന്നെ തെലുങ്കിൽ സിനിമ ഹിറ്റായപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. ഞങ്ങളോട് പഴയതുപോലെ സംസാരിക്കാറില്ല ഇപ്പോൾ. എന്തെങ്കിലും കാണിക്കട്ടെ. അവൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാനോ ഏട്ടനോ ഇടപെടാറില്ല.
രാധിക നെടുവീർപ്പോടെ പറഞ്ഞു. ഇപ്പോഴും പഴയ പല്ലവിയാണോ രാധികയെ? ഉണ്ണിയമ്മ ചോദിച്ചപ്പോൾ രാധിക പുച്ഛത്തോടെ ചിരിച്ചു. അവൻ ഇനി ആഗ്രഹിച്ചാൽ പോലും മോളെ അവന് ഞാൻ കൊടുക്കില്ല. എൻ്റെ കുഞ്ഞിനെ കെട്ടാൻ യോഗ്യതയുള്ള അവനേക്കാളും സ്വഭാവ ഗുണമുള്ള ഒരു പയ്യൻ വരും. രാജകുമാരിയെ പോലെ ഇവൾ അവൻ്റെ കൺമുന്നിൽ ജീവിക്കും. അതാണ് ഞാൻ അവനോട് കൊടുക്കുന്ന ശിക്ഷ. അതുകൊണ്ട് അത് കണ്ട് നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് അവൻ ദുഃഖിക്കും. രാധിക കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു. അപ്പോഴാണ് മുറ്റത്ത് വണ്ടിയുടെ ഹോണടി കേട്ടത്. ചന്തുവിൻ്റെ വണ്ടിയുടെ ഹോണാണല്ലോ. ഉണ്ണിയമ്മ അതും പറഞ്ഞ് എഴുന്നേറ്റ് നോക്കി. ഇതാരപ്പ കാറിലൊക്കെ വരാൻ? ഉണ്ണിയമ്മ അതും പറഞ്ഞ് ഹാളിലേക്ക് പോയി. വൈദു രാധികയുടെ മടിയിൽ നിന്ന് എണീറ്റു. രാധികയുടെ പിന്നാലെ അവളും ഹാളിലേക്ക് പോയി. ചന്തുവിൻ്റെ പിന്നാലെ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും. ഉണ്ണിയമ്മ സംശയത്തോടെ അവരെ നോക്കി, ഒപ്പം പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയും ചെയ്തു. അവർക്ക് പിന്നിലായി കയറി വരുന്നവനെ കണ്ട് വൈദു തറഞ്ഞു നിന്നു. അമ്മേ, ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലായോ? ചന്തു ചോദിച്ചപ്പോൾ ഉണ്ണിയമ്മ ഇല്ലെന്ന് തലയാട്ടി. രാധികയെ നോക്കി ലേഖ പുഞ്ചിരിച്ചു. രാധിക തിരിച്ചും അവരുടെ നോട്ടം വൈദുവിലേക്കായി. ലേഖ പുഞ്ചിരിയോടെ അവളെ നോക്കി. വൈദു പുഞ്ചിരിച്ചെങ്കിലും ആരാണെന്നുള്ള ചോദ്യം നിഴലിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വിക്രം രാമകൃഷ്ണൻ. വൈദു പറഞ്ഞില്ലേ, MD. ചന്തു പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ പകപ്പോടെ അവനെ നോക്കി. വിക്രം വിളറിയ ഒരു പുഞ്ചിരി നൽകി. അയ്യോ, സാറായിരുന്നോ? ഇരിക്കൂ. ഉണ്ണിയമ്മ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചായ എടുക്കാം. ഉണ്ണിയമ്മ ധൃതിയിൽ അടുക്കളയിലേക്ക് പോയി. രാധികയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വൈദു. അവൾ വിക്രത്തെ നോക്കി. അവനും അവളെ ഒന്ന് നോക്കി. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. വൈദുവിൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. ആൻറ്റി എപ്പോൾ വന്നു? ചന്തു രാധികയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു. കുറച്ചു നേരമായി. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നു. നീ അവളെ വഴക്കു പറഞ്ഞെന്നും പറഞ്ഞ്. ചന്തു അവളെ നോക്കിയപ്പോൾ അവൾ ചുണ്ട് കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കുരുത്തക്കേട് കാണിച്ച വഴക്കല്ല, തല്ലുകയാണ് വേണ്ടത്. ഞാനല്ല, ഈ സാറാ എല്ലാത്തിനും കാരണം. വീറോടെ പറഞ്ഞു കഴിഞ്ഞാണ് വൈദു അബദ്ധം പിണഞ്ഞ പോലെ നാക്ക് കടിച്ചത്. വിക്രം അവളെ നോക്കി കണ്ണുരുട്ടി. മോളിഞ്ഞു വന്നേ. ലേഖ അവളെ അടുത്തേക്ക് വിളിച്ചപ്പോൾ വൈദു മടിയോടെ അടുത്തേക്ക് പോയി. രാധിക അവർക്ക് എതിർവശത്തുള്ള സോഫയിലിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? വൈദു ഇല്ലെന്ന് തലകുലുക്കി. ഞാൻ വിക്രത്തിൻ്റെ അമ്മയാണ്, ശ്രീലേഖ. ഇത് ചാരുശ്രീ, വിക്രത്തിൻ്റെ ഇളയച്ചൻ്റെ മോളാണ്. ഞങ്ങൾ മോളെ കാണാൻ വന്നതാ. ഞങ്ങൾക്ക് എല്ലാം അറിയാം മോളെ. ഇവന് പണ്ടേ ദേഷ്യം വന്ന ഇങ്ങനെയാ. പിന്നെ എന്താണ് കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു ബുദ്ധിമുട്ടും മോൾക്കുണ്ടാവില്ല, അമ്മ ഉറപ്പ് തരാം. ലേഖ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ചേച്ചി, ഇനി ചേച്ചിയെ കുഞ്ഞേട്ടൻ വഴക്ക് പറഞ്ഞാൽ ഞാൻ നല്ല പണി കൊടുക്കാം. ടിപ്പ്. വിക്രം പല്ല് കടിച്ചു വിളിച്ചപ്പോൾ ചാരു അവനെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് വൈദുവിനെ നോക്കി. അത് കണ്ടു വൈദുവിന് ചിരി വന്നു. ഉണ്ണിയമ്മ അപ്പോഴേക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. ഇതാണ് എൻ്റെ അമ്മ ഉണ്ണിമായ. എല്ലാവരും ഉണ്ണിയമ്മയെന്ന് വിളിക്കും. ചന്തു പരിചയപ്പെടുത്തി കൊടുത്തു. ലേഖ പുഞ്ചിരിയോടെ നോക്കി. പിന്നെ ഇതാണ് രാധിക ആൻറ്റി, വൈദുവിൻ്റെ അമ്മ. ചന്തു അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ രാധികയുടെ കണ്ണും മനസ്സും നിറഞ്ഞു. പക്ഷേ വിക്രം സംശയത്തോടെ നോക്കി. പക്ഷേ മോൾക്ക് അമ്മയില്ലെന്നാണല്ലോ അച്ചു പറഞ്ഞത്. ലേഖ സംശയത്തോടെ പറഞ്ഞു. വൈദുവിൻ്റെ സ്വന്തം അമ്മയല്ല ഞാൻ. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ അവൾക്ക് അമ്മയാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണ് വൈദു. വിക്രം പകപ്പോടെ അവരെ നോക്കി. അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം ഇതിനോടകം വ്യക്തമായതാണ്. വിക്രത്തിൻ്റെ അമ്മയാണോ? വിക്രം എടുത്തു ചോദിച്ചു. അതെ, മോനെ കണ്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ വെച്ച്. ഒരിക്കൽ നിങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ആയില്ലേ? അന്നത്തെ വഴക്കിൽ മോൻ വീണ് നെറ്റി പൊട്ടിയതും അവിടുന്ന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഞാനായിരുന്നു. അന്ന് ആദ്യമായാണ് ഞാൻ വിക്കിയെ തല്ലിയത്. പലവട്ടം നിങ്ങളുടെ വഴക്കിന് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ടുണ്ട്. രാധിക പഴയ ഓർമ്മയിൽ പറഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് വൈദു കണ്ടു. മോളുടെ കാര്യമൊക്കെ അച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ലേഖ ആകാംക്ഷയോടെയും വല്ലായ്മയോടെയും ചോദിച്ചു. വൈദു എടുത്ത തീരുമാനം തന്നെയാണ് എനിക്കും വിക്കിയുടെ അച്ഛനും. അവനൊരിക്കലും മോളെ സ്നേഹിക്കാനോ ഭാര്യയായി കാണാനോ സാധിക്കില്ല. പെട്ടെന്ന് നടത്തിയ വിവാഹമായതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പലവട്ടം ഞാനും ഏട്ടനും അവനോട് പറഞ്ഞതാണ്. പക്ഷേ വിക്കി അതിന് തയ്യാറായില്ല. അതൊരു കണക്കിന് നന്നായി. വേറെ നിയമ നടപടികളൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ എനിക്കും ഏട്ടനും ഞങ്ങളുടെ ഒരു ഭാഗം നഷ്ടമായതുപോലെയായി. മോളില്ലാതെ ആ വീട് ഇറങ്ങിപ്പോയി. വിക്കി ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞൊരു പോക്ക് പോവും, പിന്നെ തോന്നുമ്പോൾ വരും. വൈദു ഉണ്ടായിരുന്നപ്പോൾ അവൻ മനഃപൂർവ്വം വരാതെയായി. ഇരുവരും പരസ്പരം സംസാരിച്ചിട്ട് പോലുമില്ല.
എൻ്റെ കുട്ടിയുടെ വിധി. രാധികയുടെ കണ്ണുകൾ ഈറനായപ്പോൾ വൈദു രാധികയെ ചേർത്ത് പിടിച്ചു. എല്ലാവർക്കും സങ്കടമായി. വിക്രം അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിക്രത്തിൻ്റെ അമ്മയെ അവൾക്ക് ജീവനാണ്. ഇത്രയും സ്നേഹമുള്ള അമ്മായിയമ്മമാർ ഉണ്ടാകുമോ എന്ന് അവൻ ഓർത്തുപോയി. അച്ചു പറഞ്ഞറിഞ്ഞ് മോളുടെ കാര്യമൊക്കെ അപ്പം മുതലേ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിവൻ കാരണം മോൾ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പം തന്നെ വരണമെന്ന് തോന്നി. ഒരു ദിവസം എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ, ലേഖ സന്തോഷത്തോടെ പറഞ്ഞു. വൈദു തലയാട്ടി. അവർ പോകാനിറങ്ങിയപ്പോൾ രേഖ തിരിഞ്ഞ് വൈദുവിൻ്റെ അടുത്തേക്ക് വന്നു. അവിവേകമാണെങ്കിൽ മോൾ ക്ഷമിക്കണം. നിന്നെപ്പോലൊരു പെൺകുട്ടിയാണ് ശ്രീലകത്തിന് ആവശ്യം. മകൻ്റെ ഭാര്യയായിട്ടല്ല, മകളായിട്ടാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞില്ലേ, രാധികയോട് ലേഖ ചോദിച്ചു. രാധിക തലയാട്ടി. എങ്കിൽ എൻ്റെ മരുമകളായി തന്നുകൂടെ ഈ പൊന്നിനെ? എല്ലാവരും പകപ്പോടെ ലേഖയെ നോക്കി. വൈദുവിൻ്റെ കണ്ണുകൾ മിഴിച്ചു വന്നു. അമ്മേ, വിക്രം ദേഷ്യത്തിൽ വിളിച്ചു. ഏട്ടൻ ഇവളെ ചാരുവിനെ പോലെയാണെന്നല്ലേ പറഞ്ഞത്? മറന്നുപോയോ? വിക്രം രോക്ഷത്തോടെ പറഞ്ഞപ്പോൾ ലേഖ അവനെ കൂർപ്പിച്ചു നോക്കി. അച്ചുവിനല്ല, നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിക്രം വാ തുറന്നു നിന്നുപോയി. ചാരുവിന് അവനെ കണ്ട് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായി. വൈദു പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോയി. വിക്രം ഒന്നും മിണ്ടാതെ പുറത്തേക്കും പോയി. അത് ശരിയാവുമോ? മോളുടേത് രണ്ടാം വിവാഹമല്ലേ? ലേഖയുടെ മകൻ്റേത് ആദ്യ വിവാഹവും. ഒടുവിൽ അവളൊരു കരടായി മാറില്ലേ? ഒരിക്കൽ മുറിവേറ്റ മനസ്സാണ് അവളുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. സമയം വേണം. ആലോചിച്ചൊരു മറുപടി പറയാം, രാധിക സന്ദേഹത്തോടെ പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. താലി കെട്ടിയെന്നൊരു ബന്ധം മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവൾ വിവാഹിതയായിരുന്നില്ലല്ലോ. എനിക്കൊരു പ്രശ്നവുമില്ല. അവിടെ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രാധികയെ പോലെ അല്ലെങ്കിലും അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. പിന്നെ എൻ്റെ മകൻ ഒരിക്കലും രാധികയുടെ മകനെ പോലെ ആകാൻ സാധിക്കില്ല. ഇന്ന് തന്നെ ചന്തുമോൻ അവിടെ വന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ കണ്ണൊക്കെ കലങ്ങിയത് ഞാൻ കണ്ടതാണ്. അവളോട് കാണിച്ചതൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നു. മോളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ലേഖ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. വിക്രം കാറിൽ കയറിയിരിപ്പുണ്ട്. ലേഖയെ അവൻ രൂക്ഷമായി നോക്കി. ലേഖ ചുണ്ടുകൊട്ടി തിരിഞ്ഞിരുന്നു. ചാരുവാണെങ്കിൽ അവനെ നോക്കി അമർത്തിച്ചിരിക്കുന്നുണ്ട്. ഹിരൺമയ് വീട്ടിലെത്തിയപ്പോൾ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. കൃഷ്ണേട്ടാ, എല്ലാവരും എവിടെ പോയി? അറിയില്ല സർ, കീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഇതാ കീ. അയാൾ കീ എടുത്ത് ഹിരൺമയെ ഏൽപ്പിച്ചു. അവൻ ഡോർ തുറന്നപ്പോൾ വിക്രത്തിൻ്റെ കാർ അകത്തേക്ക് വന്നു. വിക്രം കാർ ഒതുക്കിയിടുക പോലും ചെയ്യാതെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട് ഹിരൺമയ് സംശയത്തോടെ നോക്കി. ഹിരൺമയ് വീട്ടിലെത്തിയപ്പോൾ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. കൃഷ്ണേട്ടാ, എല്ലാവരും എവിടെ പോയി? അറിയില്ല സർ, കീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഇതാ കീ. അയാൾ കീ എടുത്ത് ഹിരൺമയെ ഏൽപ്പിച്ചു. അവൻ ഡോർ തുറന്നപ്പോൾ വിക്രത്തിൻ്റെ കാർ അകത്തേക്ക് വന്നു. വിക്രം കാർ ഒതുക്കിയിടുക പോലും ചെയ്യാതെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട് ഹിരൺമയ് സംശയത്തോടെ നോക്കി.